ഹേ ഗായ്സ്, നമ്മൾ കുറച്ച് നാളിവിടെ ഉണ്ടായിരുന്നില്ലേ? ഒരു ചെറിയ കറക്കത്തിലായിരുന്നു. അപ്പോൾ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞ് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെത്തി ഇങ്ങനെ പരിശോധിക്കുക എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നേ. അപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മൾ മുമ്പേ കാണിച്ചത് മംഗലാപുരം ഊരുവെണ്ട നമ്മുടെ കയ്യിലുണ്ടായിരുന്നല്ലോ, നേരത്തെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിത്ത് എടുത്തിട്ട് നമ്മൾ മുളപ്പിച്ചെടുത്തിട്ട് ഉള്ള തൈകളാണേ. അത് ശരിക്കും വളർന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇതൊക്കെ ആ മംഗലാപുരം ഊരുവെണ്ടയുടെ തൈകളാണ്. അതിലിപ്പോൾ പൂവിട്ട് തുടങ്ങി, ചിലതിലൊക്കെ കായ്കളായിട്ടുണ്ടേ. അങ്ങനെ ഞങ്ങളിതൊക്കെ നോക്കി വന്നപ്പോഴത്തേക്കിനും അതിൻ്റെ ഇടയിൽ 2 കുഞ്ഞന്മാർ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. നോക്കിക്കേ, ഇത് കണ്ടു, ഇത് സത്യത്തിൽ ഇരട്ടപ്പടവളമാണ്. പക്ഷേ ആദ്യമൊക്കെ പിടിച്ചപ്പോൾ അത് ഇരട്ടപ്പടവളം 2 കായ്കളോട് തന്നെയാണ് വന്നത്. ഇപ്പോൾ ഓരോ മുട്ടിനും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം അതിങ്ങനെ ആരും കാണാതെ പാത്ത് കിടക്കുമായിരുന്നേ. പിന്നെ വെണ്ടയ്ക്കായൊക്കെ ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട്. ഇത് നോർമലായിട്ട് വന്നിട്ടേ ഉള്ളൂ. ഇത്രയല്ല വലിപ്പം വെക്കുന്ന ഈ വെണ്ടയ്ക്ക നന്നായിട്ട് വലിപ്പം വെക്കും. പക്ഷേ എന്നാലും ഞങ്ങൾക്കൊരു ഭയങ്കര സന്തോഷം തോന്നി. അതുകൊണ്ട് ഞങ്ങൾ കുറേശ്ശെ അതിൻ്റെ വിളവെടുക്കുമായിരുന്നേ. ആദ്യം കുറച്ചധികം പാവൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ കുറേ പാവയ്ക്ക ഞങ്ങൾ പോയിട്ട് വന്നപ്പോൾ അതൊക്കെ ചീത്തയായി പോയി. ബാക്കി ഉണ്ടായിരുന്ന പാവയ്ക്കൊക്കെ ഞങ്ങൾ ഓൾറെഡി വിളവെടുത്തു. പക്ഷേ അതിൻ്റെ വീഡിയോസ് എടുക്കാനായിട്ട് സാധിച്ചില്ല. പിന്നെയാണ് ഈ കാണുന്ന നമ്മുടെ കുഞ്ഞൻ പടവളം അതിൻ്റെ വിളവെടുത്തത്. കണ്ടോ, ഈ പാവയ്ക്കൊക്കെ നമുക്ക് കിട്ടിയതാണ്. കുറേ അധികം കേടായിപ്പോയി. പിന്നെ കുറച്ച് വഴുതന ഉണ്ടായിരുന്നു. പിന്നെ ഒരു പച്ച നീളത്തിലുള്ള പച്ചപ്പയറുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ആദ്യമായിട്ട് നമ്മളുടെ ഈ 2ാം സെക്ഷനിൽ നമ്മൾ കിളിപ്പിച്ചെടുത്ത ഈ വെണ്ടയ്ക്ക നമ്മൾ വിളവെടുക്കുവാണേ. ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മൾ വിഷം അടിക്കാതെ നമ്മളുടെ വീട്ടിൽ തന്നെ ഇതേപോലെ പച്ചക്കറിയൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. എവിടെ പോയാലും തിരിച്ചു വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താ നമ്മളുടെ ഗാർഡൻ്റെ അവസ്ഥ, നമ്മുടെ പച്ചക്കറിത്തോട്ടം എന്തായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയോടുകൂടിയാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. ഇതൊരു നോർമൽ വെണ്ടയാണ്. അതിലും ആവശ്യത്തിൽ നന്നായിട്ട് കായ്കൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേശ്ശെ ഞങ്ങളുടെ തോട്ടത്തിൽ നിന്ന് വിളവൊക്കെ എടുത്ത് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് പോകുന്നത് എൻ്റെ ഹസ്ബൻഡിന് തന്നെയാണ്. കാരണം പുള്ളിയാണ് ഇതിനെ ഇങ്ങനെ അങ്ങ് പരിപാലിച്ചു കൊണ്ട് നടക്കും, കീടങ്ങളുടെ ആക്രമണമൊന്നും ഉണ്ടാവാതെയൊക്കെ. ഞാൻ സത്യം പറഞ്ഞ് ഈ വിളവെടുക്കുക എന്നുള്ളൊരു പ്രോസസ്സിന് മാത്രമേ ഞാൻ ഭാഗമാകാറുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ പുള്ളി തന്നെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള വളങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അത് കണ്ടില്ലേ, ഒരു വെണ്ട താഴോട്ടിങ്ങനെ കിളിച്ച് പോകുന്നു. പിന്നെ കുറച്ച് പയർ അവിടെ ഇവിടെയായിട്ടൊക്കെ പുള്ളി നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലും തിരിച്ച് വന്നപ്പോൾ കുറച്ചധികം പയർ, അതായത് നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു വെറൈറ്റി പയറാണ്, പച്ച കളറല്ല, വേറൊരു വെറൈറ്റി ഇനമാണ്. അപ്പോൾ അതിൽ നിന്നും കിട്ടിയ പയറൊക്കെ നമ്മൾ സന്തോഷത്തോടുകൂടി തന്നെ പറിച്ചെടുത്ത് കേട്ടോ. ഇത്രയും പയർ കിട്ടിയിട്ടുണ്ട്. ഒരു നീളം പയറും ഉണ്ട്, അതല്ലാത്ത ഈ ഒരു റെഡ് കളറുള്ള പയറും ഉണ്ട്. അങ്ങനെ അതൊക്കെ കിട്ടി. പിന്നെ നമ്മുടെ തോട്ടത്തിൽ ഒരു പുതിയ അതിഥിയുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. ഇതാണ്ടത് ഈ ഒരു ഐറ്റം, ഇത് നമ്മുടെ തോട്ടത്തിലെ പുതിയൊരാളാണ്. ഇതുവരെ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. ഇത് ഒരു വെള്ളരിയാണ്. അതായത് നമ്മുടെ സലാഡ് വെള്ളരി എന്ന് പറയും, അങ്ങനത്തെ ഒരു ഇനത്തിൽപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിങ്ങനെ ഫസ്റ്റ് ടൈമാണ് നമുക്കിത് ഇവിടെ കിളിക്കുന്നതും അതിൽ ഇങ്ങനെ കായ്കൾ കിട്ടുന്നതും. ഇത് ഒരുപാട് വലിപ്പം വെക്കുന്നില്ല, കുഞ്ഞിലെ തന്നെ പറിച്ച് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ സാധിക്കുന്ന ഒരു ടൈപ്പാണിത്. അപ്പോൾ അതിലും കായ്കൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം അതിൽ നിന്നും എല്ലാം കട്ട് ചെയ്തെടുത്തു. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല എങ്ങനെയാണെന്ന്. നമ്മളിത് ആദ്യമായിട്ട് വിളവെടുക്കുവാണ്. അപ്പോൾ അത് നമ്മൾ കുറച്ചധികം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയാനുള്ളത്, ഒരു സന്തോഷം. ഈ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അതിലേറെ സന്തോഷം തോന്നുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ മടക്കയാത്രയിൽ ഞങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ വിളവെടുപ്പൊക്കെ എടുത്തതാണത്. ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പലതരത്തിൽ വെണ്ട, പടവളം എല്ലാം